നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂജ പൂജ എനിക്ക് പൂജ പൂജ കണ്ണു കൊടുക്ക് പൂജ എനിക്ക് അയ്യോ മെല്ലെ മെല്ലെ പതുക്കെ 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 കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, വേറെ വഴിയില്ലായിരുന്നു. ഒന്നും സാരില്ല. താനെന്തിനു വിഷമിക്കുന്ന? എനിക്ക് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. വാ എഴുന്നേക്ക്. ഇനി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഞാൻ മുറിയിലാക്കാം. വാ സൂക്ഷിച്ച്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അതെ, ഞാൻ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. താനിവിടെ കിടന്നൊന്ന് വിശ്രമിക്കും. ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാവും. ഞാൻ ലോക്ക് ചെയ്തേക്കാം. നിനക്ക് എവിടെ കിടന്നിട്ടും കിടക്കപ്പുറത്ത് കിട്ടുന്നില്ലല്ലേ? നല്ല തലവേദന ഉണ്ടായിരുന്നു, ഞാനൊരു ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. മായ, കാറെടുക്കാതെ നീ ഇതെവിടെ പോയതാ? ഞാനിവിടെ കടയിൽ വരെ പോയതാ. കടയിലോ? എന്തിന്? അങ്ങനെ ഒരു പതിവില്ലല്ലോ. പതിവില്ലാത്തതൊക്കെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
നീ എന്തെടുക്കോ ഇവിടെ? ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാ. എന്താ അതിനി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പ്രത്യേക അനുവാദം വേണോ? ഒന്ന് നിന്നേ. നീ എന്തിനാ കാര്യമില്ല ചൂടാവുന്നേ? ഉള്ളിലുള്ള ചൂട് പിന്നെ എന്താ ചെയ്യണ്ടേ? സ്വയം വിഴുങ്ങണം. എരിഞ്ഞ് സ്വയം തീരണം. പെൺകുട്ടികളെ വളർത്തേണ്ടത് അമ്മമാരാ. ഒരച്ഛന് ഒരുപാട് പരിമിതികളുണ്ട്. സ്വയം തോറ്റതിന് മറ്റുള്ളവരെ പഴിക്കണ്ട. കമ്മീഷണർ ഒന്ന് നിന്നെ. പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നു നോക്കിയാലും ലാൻഡ് റവന്യൂ കമ്മീഷണറേക്കാൾ ഒട്ടും താഴെയല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് കമ്മീഷണർ. ജീവിതത്തിന്റെ പ്രോട്ടോകോളും അതുതന്നെയാണെന്ന എന്റെ വിശ്വാസം. മക്കളെ വളർത്തുന്നതിൽ അച്ഛനും അമ്മയ്ക്കും തുല്യമായ ഉത്തരവാദിത്വമുണ്ട്. അഥവാ നിങ്ങൾ പറഞ്ഞതുപോലെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം കൂടുതലുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടുതൽ കൊണ്ട് പറയുക, ഇനി ആരും പൂജയെ അന്വേഷിക്കണ്ട. മായേ, നീ ഇതെന്തു ഭ്രാന്തായി പറയുന്നേ? സത്യം പറയുന്നത് എങ്ങനെയാ ഭ്രാന്താവുന്നേ? അവള് നമ്മളെ ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെ അവളെ എന്തിനാ നമുക്ക്? ഇത്രയും കാലം വളർത്തിയ നമ്മളേക്കാൾ അവക്ക് വലുത് ഇന്നലെ കണ്ട ഏതോ ഒരുത്തനല്ലേ. പിന്നെ നമ്മൾ എന്തിനാ അവളെ അന്വേഷിക്കുന്നേ? ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. പോട്ടെ, എങ്ങോട്ടാന്ന് വെച്ചാ പോട്ടെ. ഇനി അവളെ അന്വേഷിച്ച് നീറാൻ ഇവിടെ ആർക്കും മനസ്സുമില്ല, സമയവുമില്ല. ഒന്ന് നിന്നേ. അങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാനേ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓഫീസൊന്നും അല്ല, എന്റെ വീടാ. കാണാതായത് നിന്റെ അധികാര പരിധിയിൽപ്പെട്ട ഏതോ ഒരു പെൺകുട്ടിയെ അല്ല, എന്റെ മകളെ. നിനക്കവളെ വേണ്ടെങ്കിലും എനിക്കവളെ വേണം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.